ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ രംഗോക്കു ഡീമണായി മാറിയാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നതിന്റെ ഫൈനൽ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. അക്കാസ വേഴ്സസ് രംഗോക്കു എന്ന ഫൈറ്റിൽ അക്കാസയുടെ ബ്ലഡ് നമ്മുടെ രംഗോക്കുവിന്റെ ബോഡിയിൽ കയറി രംഗോക്കു ഒരു ഡീമണായി മാറുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ രംഗോക്കുവിന്റെ ആ ഒരു മുഴുവൻ കൺട്രോളും പോയി ഒരു പ്യുവർ ഡീമൺ ആയിട്ട് മാറി ടെങ്കനെ വരെ കൊല്ലുന്നു. അങ്ങനെ ഇതേ സമയം നമ്മുടെ ടാൻജിറോയും നമ്മുടെ രംഗോക്കുവിന്റെ ബ്രദറും കൂടി രംഗോക്കുവിനെ തേടിപ്പോയി നമ്മുടെ ഡീമൺ രംഗോക്കുവിനെ കാണുന്നു. അപ്പോഴാണ് എല്ലാവർക്കും നമ്മുടെ രംഗോക്കു ഒരു ഡീമൺ ആയ കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ അതിനുശേഷം ഇൻഫിനിറ്റി കാസിലാണ് കാണിക്കുന്നത്. നമ്മുടെ രംഗോക്കു മൂസാനും ഇവിടെ സംസാരിക്കുകയാണ്. ആ സംസാരത്തിന്റെ ഇടയിൽ ലാസ്റ്റ് നമ്മുടെ രംഗോക്കു മൂസാനോട് പറയുന്നുണ്ട്, എന്തിനാണ് വെറുതെ നെസുക്കോയുടെ പുറകിൽ പോയി സമയം കളയുന്നത്? നമുക്ക് വേണ്ട സാധനം ഇവിടെ അടുത്ത് തന്നെ ഇല്ലേ? മൂസാന് ഇത് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകില്ല. അപ്പോഴാണ് ഡീമൺ രംഗോക്കു പറയുന്നത്, അത് തന്നെ ആ ഒരു ബ്ലൂ സ്പൈഡർ ലില്ലി. അതോടുകൂടിയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ട് അവസാനിപ്പിച്ചത്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ടാൻജിറോയാണ് കാണിക്കുന്നത്. ടാൻജിറോ ആണെങ്കിൽ പതിയെ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൊക്കെ തുറന്നു നോക്കുമ്പോൾ ടാൻജിറോയുടെ അടുത്തായി നമ്മുടെ സെനിറ്റ്സും ബാക്കിയുള്ള ആൾക്കാരും ഉണ്ടാകും. ടാൻജിറോ പറയും, രംഗോക്കു ഒരിക്കലും ഡീമൺ ആകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല സെനിറ്റ്സു. ഇനി രംഗോക്കുവിനെ ഒരിക്കലും എനിക്കൊരു മാസ്റ്ററായി പോലും കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ സെനിറ്റ്സു പറയും, നടന്ന കാര്യങ്ങളൊക്കെ ഹാഷിരാസൽ അറിഞ്ഞു. എന്തോ ഒരു വലിയ പദ്ധതി അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കണമെന്ന് മുകളിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ സെനിറ്റ്സു എനിക്ക് മറ്റൊരു വിഷയം ചെയ്തു തീർക്കാൻ ണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങും. അപ്പോഴാണ് ഇവിടെ 2 ദിവസം മുൻപ് നടന്ന ഒരു സംഭവം കാണിക്കുന്നത്. അതായത് നമ്മുടെ സെനിറ്റ്സുവിനെ കാണാൻ തന്റെ മാസ്റ്റർ വന്നിട്ടുണ്ടാകും. അങ്ങനെ സെനിറ്റ്സുവിന്റെ മാസ്റ്റർ സെനിറ്റ്സുവോട് പറയും, 2 ദിവസം മുൻപ് കൈഗാക്കു എന്നെ കാണാൻ വന്നിരുന്നു. അവൻ ഒരു ഡീമണായി മാറി. അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ട്രെയിനിങ് ചെയ്തതിലും എത്രയോ ഞാൻ ശക്തനായി കിളവാ. എന്നെ പഠിപ്പിച്ച ഒരു മാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. നീ ഒരു ഡീമണായി മാറിയാൽ കുറച്ചു നാളെങ്കിലും ജീവനോടെ നിൽക്കാമെന്ന് പറഞ്ഞ് തന്റെ മാസ്റ്ററെ അപമാനിച്ചു കൈഗാക്കു അവിടെ പോവുകയാണ് ചെയ്യുന്നത്. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ സെനിറ്റ്സു അറിയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മാസ്റ്റർ പറയും, എനിക്ക് ഈ സങ്കടം താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ സൂയിസൈഡ് ചെയ്യാമെന്ന് വരെ കരുതിയിരുന്നതാ. എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് കൈഗാക്കു ഡീമൺ ആയത്. തണ്ടർ ബ്രീത്തിങ്ങിന്റെ പിൻഗാമിയായിട്ട് ഇനി നീ മാത്രമേ ഉള്ളൂ സെനിറ്റ്സു. കൂടാതെ ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സെനിറ്റ്സുവിന്റെ മാസ്റ്ററുടെ കയ്യിലുള്ള ആ ഒരു ലെജൻഡറി കട്ടാന നമ്മുടെ സെനിറ്റ്സുവിന് കൊടുത്തിട്ട് അവസാനമായി ഒന്നുകൂടി പറയും, തണ്ടർ ബ്രീത്തിങ്ങിന്റെ അവസാന കണ്ണി നീയാണ്. നിന്നെ കൊണ്ട് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ മാസ്റ്ററും അവിടെ നിന്ന് കടന്നു പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഹാഷിരാസിന് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഇവിടെ എല്ലാ ഹാഷിരാസും മീറ്റിംഗിൽ എത്തിയിട്ടുണ്ടാകും, എന്നാൽ മിറ്റ്സുരി ഒഴിച്ച്. കാരണം മിറ്റ്സുരി തന്റെ മാസ്റ്ററെ പോലെയാണ് രംഗോക്കുവിനെ കണ്ടത്. രംഗോക്കു ഡീമണായി മാറിയത് ഒരിക്കലും നമ്മുടെ മിറ്റ്സുരിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മൈൻഡൊക്കെ നല്ല രീതിയിൽ വീക്കായിട്ടാണ് പുള്ളിക്കാരി ഉള്ളത്. അതുകൊണ്ടാണ് മിറ്റ്സുരി ഈ ഒരു മീറ്റിംഗിൽ വരാതിരുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായ ബാക്കിയുള്ള ഹാഷിരാസ് ഒക്കെ ഓരോ കാര്യങ്ങളായി പറയാൻ തുടങ്ങും. ആദ്യം തന്നെ ഗ്യോമെ പറയും, രംഗോക്കു ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. അപ്പോൾ നമ്മുടെ മൊയ്ച്ചിരോ പറയും, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു, ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷിനോബു പറയും, പക്ഷെ നമ്മളുടെ കൂടെ ഉണ്ടായ ഒരു ഹാഷിറയല്ലേ, അവനൊരു ഡീമണായി പോയാലും അവന്റെ മുന്നിൽ എന്റെ കട്ടാന ഉയർത്താൻ വേണ്ടി എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇത് കേട്ട് നമ്മുടെ സനമയാണെങ്കിൽ, ഞാൻ രംഗോക്കുവിനെ തീർക്കും, അതിപ്പോൾ ആര് ഡീമണായാലും എനിക്കൊന്നും തന്നെയില്ല. അപ്പോഴാണ് ഇവരുടെ അടുത്ത് ഇവരുടെ മാസ്റ്റർ ആയിട്ടുള്ള ഉബയഷാക്കി വരുന്നത്. ഉബയഷാക്കി വന്നയുടൻ തന്നെ എല്ലാവരും സൈലന്റ് ആകും. നടന്ന സംഭവങ്ങൾ ആർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും വിധി രംഗോക്കുവിനെ ഡീമണാക്കി. അതുപോലെ ടെങ്കനും നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ് ആയി പറയാം. മൂസാൻ ഒരു ഇമോർട്ടൽ ആകാൻ വേണ്ടി പല കാര്യങ്ങളും ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട്. ആദ്യമായിട്ട് വെയിലിൽ ഇറങ്ങാൻ കഴിയുന്ന ഒരേ ഒരു ഡീമൺ നമ്മുടെ നെസുക്കോ ആണ്. ഇത് മൂസാന് ഓൾറെഡി മനസ്സിലായി. പക്ഷെ അവർക്ക് നല്ലതുപോലെ അറിയാം നെസുക്കോയെ അത്ര എളുപ്പത്തിലൊന്നും കിട്ടില്ല എന്ന്. എന്നാൽ നമുക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യം അത് മൂസാൻ അറിഞ്ഞു കാണും. അപ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഷോക്കാകും. അങ്ങനെ ഇതേ സമയത്തായിരിക്കും നമ്മുടെ ഡീമൺ രംഗോക്കും മൂസാനും സംസാരിക്കുന്നത്. മൂസാൻ ആണെങ്കിൽ, ക്യോജിറോ നീ പറഞ്ഞു വരുന്നത് ആ ഒരു ബ്ലൂ സ്പൈഡർ ലില്ലിയോ? ഞാൻ അത്രയും വർഷമായി അതിനുവേണ്ടി അലഞ്ഞു നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ രംഗോക്ക് പറയും, മൂസാൻ നിങ്ങൾ കരുതുന്നത് പോലെയല്ല. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഇത് തേടി വരുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലായിടത്തുമുള്ള ആ ഒരു ബ്ലൂ സ്പൈഡർ ലില്ലി പുഷ്പങ്ങൾ നശിപ്പിച്ചു കളഞ്ഞിരുന്നു. എന്നാൽ ഒരു സ്ഥലം ഒഴിച്ച്. ഇനി ഇതേ സമയം ഉബയഷാക്കിയെ കാണിക്കും. ഉബയഷാക്കി പറയാൻ തുടങ്ങും, യുറൂച്ചിയെ അടക്കം ചെയ്ത ആ ഒരു ഭാഗത്താണ് അവസാനത്തെ ബ്ലൂ സ്പൈഡർ ലില്ലി പുഷ്പങ്ങൾ ഉള്ളത്. ഒരിക്കലും ഡീമൺസിനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലത്താണ് അത് വച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ മൂസാനും ഈ കാര്യം
കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ മൂസാൻ പറയും ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? അപ്പോൾ രംഗോക്കു പറയും അതെ, ഇത് അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ കോക്കുഷിബു വന്നിട്ട് പറയും, രംഗോക്കു നീ പറയുന്നതിൽ എന്ത് തെളിവാണുള്ളത്? നിന്നെ മറ്റുള്ള ഡീമൺസ് വിശ്വസിച്ചാലും എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയില്ല, കാരണം നീ ഒരു ഹാഷിരയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഡോമ പറയുന്നത് ഈ ഒരു ബ്ലൂ സ്പൈഡർ ലില്ലിയുടെ കാര്യം ഹാഷിരാസ് ഇപ്പോൾ എന്തായാലും അറിഞ്ഞു കാണും, അവിടെ നിന്നും അത് നശിപ്പിച്ചിട്ടും ഉണ്ടാകും. അപ്പോഴാണ് നമ്മുടെ രംഗോക്കു പറയുന്നത് ഇല്ല, അവർക്ക് അങ്ങനെ അത് നശിപ്പിക്കാൻ കഴിയില്ല, കാരണം യൊറോച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളാണ് യൊറോച്ചിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവരുടെ കല്ലറയ്ക്ക് മുന്നിൽ നട്ടതാണത്. അങ്ങനെ യൊറോച്ചിയുടെ പേര് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കോക്കുഷിബിന് ദേഷ്യം വരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ കോക്കുഷിബു പറയും അതെ, നീ പറഞ്ഞത് ശരിയാണ്, അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഡീമൺ രംഗോക്കു പറയും ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് സൂര്യാസ്തമയത്തിനുള്ളിൽ ആ ഒരു പുഷ്പങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹാഷിരാസ് അവിടെ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഇതൊക്കെ കേട്ട് മൂസാനാണെങ്കിൽ ഓക്കെ, ഇനിയും കാത്തിരിക്കേണ്ട, എല്ലാ ഡീമൺസിനോടും തയ്യാറായിരിക്കാൻ പറ. അങ്ങനെ അതിനുശേഷം നമ്മുടെ ടാൻജിറോയും നെസുക്കോയും കാണിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ടാൻജിറോയ്ക്ക് നെസുക്കോക്ക് വെയിലത്തിറങ്ങാൻ കഴിയും എന്ന സംഭവം മനസ്സിലാകുന്നത്. അതായത് നമ്മുടെ ഡീമൺ രംഗോക്കു വാസസ് ടാൻജിറോ എന്ന ഫൈറ്റ് നടക്കുന്ന സമയം നമ്മുടെ മൊയ്ച്ചിറോ ആണ് ബാക്കിയുള്ള ഡീമൺസിനെ അറ്റാക്ക് ചെയ്തത്. അങ്ങനെ മൊയ്ച്ചിറോയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നെസുക്കോയും അവിടെ വന്ന് ആ ഒരു ഡീമൺസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയും പെട്ടെന്ന് വെയിൽ വന്ന് നെസുക്കോ മരിച്ചു എന്ന് വിചാരിക്കുന്ന സമയം പുള്ളിക്കാരി ആ ഒരു സൂര്യപ്രകാശത്തിൽ നിന്നും സർവൈവ് ആവുകയും ചെയ്യും. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ് ടാൻജിറോ ആണെങ്കിൽ കരയാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഈ സമയം സെനിറ്റ്സു ആണെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടാണ് ഉള്ളത്. സെനിറ്റ്സു പറയും ഈ ഒരു രാത്രി എല്ലാവരും കരുതിയിരിക്കണം, ഇതിലാണ് നമ്മുടെ തോൽവി അല്ലെങ്കിൽ പുതിയൊരു തുടക്കമുള്ളത്. ടാൻജിറോ എനിക്ക് പറഞ്ഞു നിൽക്കാൻ സമയമില്ല, എനിക്ക് ട്രെയിനിങ് ചെയ്യണം എന്ന് പറഞ്ഞ് സെനിറ്റ്സു അവിടെ നിന്ന് നടന്നു പോകും. അങ്ങനെ ആ പോകുന്നതിനിടയിലാണ് നമ്മുടെ ടാൻജിറോ ഇനോസ്കി എവിടെയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെനിറ്റ്സു പറയും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉബേഷാക്കിയെ കാണാൻ ഇവിടെ വന്നിരുന്നു, അതിനുശേഷം 2-3 ആഴ്ചയായിട്ട് അവനെ കണ്ടിട്ടേയില്ല. അപ്പോൾ നമ്മുടെ ടാൻജിറോ മനസ്സിലിങ്ങനെ വിചാരിക്കും ഇവിടെ നിന്നെങ്കിലും ട്രെയിനിങ് ചെയ്യുന്നുണ്ടാകും. അപ്പോഴാണ് ഇവിടെ ടാൻജിറോയുടെ അടുത്തായിട്ട് നമ്മുടെ രംഗോക്കുവിന്റെ ഫാദറും ഒറോക്കോഡാക്കിയും വരുന്നത്. ഇവർ നമ്മുടെ നെസുക്കോയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്, കാരണം മൂസാൻ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നെസുക്കോയെ തട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ നെസുക്കോയും അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ടാൻജിറോ ഒറ്റയ്ക്കാണ്. നമ്മുടെ ടാൻജിറോ ആണെങ്കിൽ ഉബേഷാക്കിയുടെ അടുത്തേക്ക് പോകും. ഇതേ സമയം ബാക്കിയുള്ള ഹാഷിരാസ് ഒക്കെ ഇവിടെ ട്രെയിനിങ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഉബേഷാക്കി നമ്മുടെ ടാൻജിറോയെ കണ്ട് ചോദിക്കും നീ ഇപ്പോൾ ഓക്കെ ആയില്ലേ ടാൻജിറോ? അതെ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ട്രെയിനിങ് എടുത്ത് എന്റെ ഹീനോ കാമി കാഗുറ മാസ്റ്റർ ചെയ്യണം. അങ്ങനെ ഈ സമയം നമ്മുടെ ഉബേഷാക്കി പറയും നീ ഹാഷിരാസിന്റെ കൂടെ ട്രെയിനിങ് ചെയ്താൽ ഒരു പക്ഷേ എനിക്കിത് മാസ്റ്റർ ചെയ്യാൻ സാധിക്കും, പക്ഷേ എല്ലാ ഹാഷിരാസും പരസ്പരം ട്രെയിനിങ് ചെയ്യുകയാണ്. അപ്പോഴാണ് നമ്മുടെ ടാൻജിറോ മരത്തിന്റെ ചുവടിൽ ഇരിക്കുന്ന ഗിയുവിനെ കാണുന്നത്. ഗിയു ആണെങ്കിൽ ഇവർ ട്രെയിനിങ് ഒന്നും എടുക്കുന്നില്ല, സമാധാനത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ടാൻജിറോ ആണെങ്കിൽ ഗിയുവിന്റെ അടുത്ത് പോയി ഗിയു സാമ എന്ന് പറഞ്ഞ് നമുക്ക് ട്രെയിനിങ് ചെയ്താലോ, നിങ്ങൾ വെറുതെ ഇരിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗിയുവിന്റെ പുറകിൽ തന്നെ നടക്കാൻ തുടങ്ങും. ഗിയു ആണെങ്കിൽ പറയും എനിക്ക് സമയമില്ല, എന്നാൽ ടാൻജിറോ വിട്ടുകൊടുക്കില്ല, അവനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഗിയുവിന് ഇത് കേട്ട് ഇറിറ്റേറ്റ് ആകുന്നുണ്ടെങ്കിലും പതിയെ ടാൻജിറോയെ കാണുമ്പോൾ നമ്മുടെ സബീട്ടോയെ ഓർമ്മ വരും. അങ്ങനെ നമ്മുടെ ടാൻജിറോയോട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞ് നമ്മുടെ ഗിയു ആണെങ്കിൽ സബീട്ടോയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ടും ടാൻജിറോയോട് പറയാൻ തുടങ്ങും. അങ്ങനെ ടാൻജിറോയും ഈ ഒരു ഗിയുവിന്റെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കേട്ട് രണ്ടുപേരും പരസ്പരം സംസാരിച്ച് ഗിയു പറയും നമുക്ക് ഒട്ടും സമയമില്ല, നമുക്ക് വേഗം തന്നെ ട്രെയിനിങ് ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ പതിയെ സൂര്യനും അസ്തമിക്കാൻ തുടങ്ങുന്നു. ഓക്കെ ഗൈസ്, ഇനിയാണ് കാര്യങ്ങളൊക്കെ മാറാൻ പോകുന്നത്. ഇവിടെ ആ ഒരു യൊറോച്ചിയുടെ കല്ലറ കാണിക്കുന്നു. അതിന്റെ തൊട്ടടുത്തായിട്ട് ആ ഒരു ബ്ലൂ സ്പൈഡർ ലില്ലി പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ടാകും. അപ്പോഴാണ് നമ്മുടെ ഡീമൺ രംഗോക്കു അവിടേക്ക് കടന്നു വരുന്നത്. രംഗോക്കു പതിയെ നടന്ന് ആ ഒരു കല്ലറയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പുറകിലായി ഒരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്നൊരു വിളി കേൾക്കും, ക്യോജിറോ. അങ്ങനെ നമ്മുടെ ഡീമൺ രംഗോക്കു പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴതാ സാക്ഷാൽ നമ്മുടെ ടോക്കിട്ടോ മൊയ്ച്ചിറോ. അങ്ങനെ രംഗോക്കു പറയും എത്ര നാളായി കണ്ടിട്ട് ടോക്കിട്ടോ, കഴിഞ്ഞ 2 ഡീമൺസിനെ നീയാണ് തീർത്തതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, പക്ഷെ അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. നീ തന്നെ ആദ്യം എന്റെ അടുത്ത് വന്നതുകൊണ്ട് ഞാൻ ഒരു ഓഫർ തരാം, എന്റെ കുറച്ച് ബ്ലഡ് ഞാൻ നിനക്ക് തരാം. ഈ ഒരു ബ്ലഡ് നീ കുടിച്ചാൽ എന്തായാലും ഡീമണായി മാറും. ഇതൊരിക്കലും നീ സമ്മതിക്കില്ല എന്ന് നല്ലതുപോലെ എനിക്കറിയാം, എന്നാലും ഒരു ഹാഷില് ഡീമണായി കഴിഞ്ഞാലുള്ള ആ ഒരു ഫീലില്ലേ, അത് വേറെ തന്നെയാണ്. ആരെ വേണമെങ്കിലും കൊല്ലാം, നമ്മുടെ പവറൊക്കെ അത്രയധികം ഇമ്പ്രൂവ് ആവും. അങ്ങനെ നമ്മുടെ മൊയ്ച്ചിറോ പറയും നിന്റെ പ്രലോഭനങ്ങൾക്കൊന്നും ഞാൻ വീടില്ല ക്യോജിറോ, നീ ഇപ്പോൾ ആ ഒരു പഴയ രംഗോക്കു അല്ല. അപ്പോൾ നമ്മുടെ ഡീമൺ രംഗോക്കു പറയും അതെ ശരിയാണ്, എന്റെ ഉള്ളിലെ ആ ഒരു രംഗോക്കു എപ്പോഴേ മരിച്ചുപോയി, ഇതിപ്പോൾ പുതിയ ഡീമൺ രംഗോക്കു ആണ്. പിന്നെ കൂടുതൽ ഡയലോഗൊന്നുമില്ല, രണ്ടുപേരും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു മൊയ്ച്ചിറോയുടെ കാക്കയില്ലേ, ആ ഒരു കാക്കയാണെങ്കിൽ പെട്ടെന്ന് ഡീമൺ രംഗോക്കു ഇവിടെ എത്തിയ കാര്യം മറ്റുള്ള ഹാഷിരാസിനൊക്കെ അറിയിക്കും. പിന്നെ ഒട്ടും സമയം കളയില്ല, എല്ലാ ഹാഷിരാസും അതുപോലെ തന്നെ ആ ഒരു ഡീമൺ സ്ലെയർ കോർപ്പിലുള്ള 100-ന് മുകളിൽ അടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന അടുത്തേക്ക് ഓടിപ്പോകാൻ വേണ്ടി തുടങ്ങും. ഇവരുടെ കൂട്ടത്തിൽ നമ്മുടെ ടാൻജിറോയും സെനിറ്റ്സും ഉണ്ടാകും. ഇവിടെ മൊയ്ച്ചിറോയുടെ സ്പീഡ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ രംഗോക്കുവിനെ വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ രംഗോക്കു ആണെങ്കിൽ
ആണെങ്കിൽ തിരിച്ച് അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു ഫ്ലെയിം ബ്രീത്തിങ് വെച്ച് അതൊക്കെ തടഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ രംഗോക്ക് പറയും, ഞാൻ എന്റെ പകുതി പവർ പോലും പുറത്തെടുത്തില്ല, എന്നിട്ട് പോലും നിന്റെ ഈ ഒരു അറ്റാക്കിനൊക്കെ ഞാൻ എത്ര ഈസി ആയിട്ടാണ് തടയുന്നത്. നീയും ഒരു ഡീമണായി മാറാൻ ഇതൊക്കെ സിമ്പിളായി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ ഇതൊന്നും നമ്മുടെ മോയിച്ചിറോ അധികം കാര്യമാക്കില്ല. അങ്ങനെ രംഗോക്കു ആണെങ്കിൽ ഓക്കെ, എനിക്ക് ചിലപ്പോൾ മരിക്കാനായിരിക്കും വിധി എന്ന് പറഞ്ഞ് ഇവിടെ ഡീമൺ രംഗോക്കു ഫൈറ്റ് കുറച്ച് ടൈറ്റ് ആകുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് നമ്മുടെ രംഗോക്കുനെ വളഞ്ഞ് ബാക്കിയുള്ള എല്ലാ ഹാഷിരാസും അവിടെ എത്തുന്നു. ബാക്കിയുള്ള ഹാഷിരാസ് നമ്മുടെ ഈ ഒരു ഡീമൺ രംഗോക്കുനെ കണ്ട് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടാകും. അതായത് ഇവിടെ നമ്മുടെ സനമി, ഒബനായി, മിറ്റ്സുരി, ഗിയു, ഗ്യോമെ, ഷിനോബു ഇവരൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുണ്ടാവുക. സനമി ആണെങ്കിൽ ദേഷ്യത്തിൽ പറയും, കൂടെ നിന്ന് ഒറ്റ കൊടുത്തവനെയാണ് ആദ്യം തീർക്കേണ്ടത്, എന്നിട്ട് വേണം മൂസാൻ. അങ്ങനെ നമ്മുടെ ഗ്യോമെ പറയും, രംഗോക്കു നീ ചെയ്തതിന്റെ ശിക്ഷ നീ എന്തായാലും അനുഭവിക്കും. പക്ഷെ നിന്റെ ഉള്ളിൽ ആ ഒരു ഹാഷിര ഇപ്പോഴും ഉണ്ടെങ്കിൽ മൂസാനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞതാ എന്ന് ചോദിക്കും. ഇത് കേട്ട് നമ്മുടെ ഡീമൺ രംഗോക്കു ആണെങ്കിൽ എല്ലാവരും ഇവിടെ ഒരുമിച്ച് എത്തിയോ? നിങ്ങൾ ഇവിടെ ഒരുമിച്ച് എത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഡിഫീറ്റ് ആകും. പക്ഷെ ഇവരൊക്കെ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ പെട്ടെന്നൊന്നും തീർക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴതാ ദൂരെയുള്ള കാടിനുള്ളിൽ നിന്നും പെട്ടെന്ന് ഒരുപാട് ഡീമൺസ് പുറത്തേക്ക് വരുന്നുണ്ടാകും. ഈ സമയം ബാക്കിയുള്ള ഹാഷിരാസ് രംഗോക്കു എന്ന് പറഞ്ഞ് അലറുമ്പോഴതാ നമ്മുടെ രംഗോക്കുവിന്റെ താഴെ നിന്നും ഒരു വലിയൊരു ഐസിന്റെ പ്രതിമ വരികയും അതിൽ ചവിട്ടി നമ്മുടെ രംഗോക്കു ദൂരേക്ക് ചാടി പോവുകയും ചെയ്യുന്നു. ബാക്കിയുള്ള ഹാഷിരാസും തെറിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആയിരക്കണക്കിന് ഡീമൺസിന്റെ പുറകിലായി അതാ നമ്മുടെ അക്കാസ, ഡോമ, കൈഗാക്കു, കോക്കുഷിബു 4 പേരും വരുന്നുണ്ടാകും. എല്ലാ ഡീമൺസും ഒരൊറ്റ ഫ്രെയിമിൽ. അങ്ങനെ ഇത് കാണുന്ന ഹാഷിരാസ് ആണെങ്കിൽ യഥാർത്ഥ യുദ്ധം ഇവിടെ തുടങ്ങാൻ പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ഗിയുവിന്റെ കാക്ക അവിടെ വന്ന് ഉബയാഷാക്കിയുടെ ടെമ്പിളിൽ കുറച്ച് ഡീമൺസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നെസുക്കോയും തൊട്ടടുത്തുള്ള ടെമ്പിളിലാണ് ഉള്ളത്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഗ്യോമയാണെങ്കിൽ ഒബനായി, മിറ്റ്സുരി നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ ഒബനായും മിറ്റ്സുരിയും ആ ഒരു ടെമ്പിളിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ ദൂരെ നിന്നും ഇത് കാണുന്ന കൈഗാക്കു ആണെങ്കിൽ ഓ 2 മണ്ടന്മാർ ഓടിപ്പോയി, ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോഴാണ് ഈ സമയത്ത് നമ്മുടെ ഡീമൺ സ്ലെയർ കോർപ്സിലുള്ള ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഇവരിവിടെ എത്തുമ്പോഴതാ ആയിരക്കണക്കിന് ഡീമൺസ് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ടാകും. അങ്ങനെ ഇവരും മുഴുവൻ ധൈര്യം സംഭരിച്ച് ഡീമൺസിന്റെ അടുത്തേക്ക് ഓടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ സമയത്താണ് നമ്മുടെ ടാൻജിറോയും സെനിറ്റ്സും ഇവിടെ എത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ഡീമൺ രംഗോക്കു ആണെങ്കിൽ ബാക്കിയുള്ള ഡീമൺസിന്റെ അടുത്ത് എത്തിയിട്ട് പറയും, ഇവരുടെ കൂട്ടത്തിൽ കണ്ണ് കാണാത്ത ആ ഒരു ഗ്യോമയുണ്ട്, അവനാണ് കൂട്ടത്തിൽ ഏറ്റവും ശക്തൻ. എന്തായാലും എനിക്ക് അവനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല, അതിനുള്ള ശക്തി എനിക്കിപ്പോൾ ഇല്ല. അതിൽ ഒരുത്തന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ രംഗോക്കു അവിടെ നിന്ന് പോകും. അപ്പോഴാണ് നമ്മുടെ ടാൻജിറോ ദൂരെ നിന്നും നമ്മുടെ ഡീമൺ രംഗോക്കുവിനെ കാണുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ടാൻജിറോ ആണെങ്കിൽ പറയും, എങ്ങനെയെങ്കിലും രംഗോക്കുവിനെ പഴയതുപോലെ പറഞ്ഞു തിരുത്തി ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് രംഗോക്കുവിന്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ വേണ്ടി പോകുമ്പോൾ ഗിയു അവനെ പിടിച്ചു വയ്ക്കുന്നു. ഗിയു പറയും, ടാൻജിറോ നിനക്ക് ആ ഒരു ഡീമൺ രംഗോക്കുവിനെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല, അവൻ മുഴുവനായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ടാൻജിറോയും ചിന്തിക്കും, ശരിയാണ്, ക്യോജിറോ ഇപ്പോൾ പഴയതുപോലെയല്ല, അവൻ ഡീമണായി മാറി, ഞാനത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പരിചയമുള്ള ഒരു സ്മെല്ല് കിട്ടുന്നത്. അങ്ങനെ ടാൻജിറോ തിരിഞ്ഞു നോക്കുമ്പോഴതാ നമ്മുടെ അക്കാസ ദൂരെയായിട്ട് നിൽക്കുന്നു. അക്കാസയെ കണ്ട് നമ്മുടെ ടാൻജിറോ ആണെങ്കിൽ രംഗോക്കുനെ ഡീമണാക്കി മാറ്റിയ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഓടാൻ വേണ്ടി തുടങ്ങും. ടാൻജിറോയുടെ കൂടെ നമ്മുടെ ഗിയോവും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ അക്കാസയാണെങ്കിൽ ദൂരെ നിന്നും ടാൻജിറോ ഓടി വരുന്നത് കണ്ട് കമാഡോ ടാൻജിറോ എന്ന് പറഞ്ഞ് അക്കാസയും നമ്മുടെ ടാൻജിറോ അടുത്തേക്ക് ഓടുന്നു. രണ്ടുപേരും നേർക്കുനേർ വന്ന് ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ഫൈറ്റ് തന്നെ. കൂടാതെ ടാൻജിറോയുടെ കൂടെ നമ്മുടെ ഗിയോവും ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ കോക്കുഷിബു നമ്മുടെ ടാൻജിറോ ഹീനോകാമി കാഗുര ഉപയോഗിക്കുന്നത് മനസ്സിലാകും. അപ്പോൾ തന്നെ കോക്കുഷിബു മനസ്സിൽ പറയും, സൺ ബ്രീത്തിങ്, യുറോച്ചിക്ക് ശേഷം ആദ്യമായിട്ട് സൺ ബ്രീത്തിങ് ഉപയോഗിച്ച ഒരേ ഒരു ഹ്യൂമൻ. പക്ഷേ ഇപ്പോൾ അവൻ ചെറിയ കുട്ടിയാണ്, അവൻ എന്റെ എതിരാളിയല്ല. ഈ സമയം നമ്മുടെ ഡോമയാണെങ്കിൽ എനിക്ക് പറ്റിയ ആരും ഇവിടെ ഇല്ലല്ലോ എന്നിങ്ങനെ നോക്കുമ്പോഴതാ ദൂരെയായിട്ട് നമ്മുടെ ഷിനോബു ആണെങ്കിൽ മറ്റുള്ള സാധാരണ ഡീമൺസിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ തന്നെ ഡോമ എനിക്കുള്ള ആളെ കിട്ടിയെന്ന് പറഞ്ഞ് ഡോമ ഷിനോബുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഡീമൺ രംഗോക്കുനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡീമൺ രംഗോക്കും സനമിയും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ ഡീമൺ രംഗോക്ക് പറയും, എനിക്കറിയാം സനമി, എന്നെ കൊല്ലാൻ വേണ്ടി അത്രയും വെറി പിടിച്ച് നിൽക്കുന്ന ഒരേ ഒരാൾ നീയാണ്. അങ്ങനെ നമ്മുടെ സനമി പറയും, മറ്റുള്ള ഹാഷിരാസിനെ പോലെ എന്റെ കയ്യിൽ നിന്നും നീ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ടെങ്കനെ കൊന്നതിന് ഞാൻ എന്തായാലും പകരം വീട്ടും ക്യോജിറോ. അങ്ങനെ ഡീമൺ രംഗോക്കും സനമിയും തമ്മിൽ ഇവിടെ ഒരു ഫൈറ്റ് പോകും. അപ്പോഴാണ് മറ്റുള്ള ഡീമൺസിന്റെ ഇടയിൽ നിന്നും നമ്മുടെ സെനിറ്റ്സും സീരിയസ് ആയിട്ട് കൈഗാക്കുവിനെ നോക്കുന്നത്. അങ്ങനെ കൈഗാക്കും ഇത് പെട്ടെന്ന് നോട്ട് ചെയ്യുന്നു. കൈഗാക്കു കണ്ടയുടൻ തന്നെ ഇവനൊന്നും ഇതുവരെ മരിച്ചില്ലേ എന്ന് പറഞ്ഞ് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് തന്റെ മാസ്റ്ററുടെ ആ ഒരു ലെജൻഡറി സോഡ് സെനിറ്റ്സുവിന്റെ കയ്യിൽ കാണുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ കൈഗാക്കുവിന് മനസ്സിലായി ഇവൻ തന്നെ എന്റെ എതിരാളി. അങ്ങനെ കൈഗാക്കും സെനിറ്റ്സുവിന്റെ അടുത്ത്
അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. എന്നാൽ നമ്മുടെ ഗ്യോമയും മൊയ്ച്ചിരോയും ഇവിടെ മാറി നിൽക്കുന്നുണ്ടാകും. ഗ്യോമെ പറയും സൺലൈറ്റ് വരുന്നത് വരെ നമുക്ക് കുറച്ച് സമയം മാറി നിൽക്കാം, കാരണം മൂസാൻ പോലും ഇപ്പോൾ വന്നില്ല, അവസാന നിമിഷം ഫൈറ്റ് ചെയ്യാൻ ആരെങ്കിലും വേണമെന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ കോക്കുഷിബും ദൂരെ നിന്ന് ഈ ഒരു ഫൈറ്റ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെ മനസ്സിൽ പറയും ഹ്യൂമൻസ് എത്രയൊക്കെ ഫൈറ്റ് ചെയ്താലും അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം അവർക്ക് പവർഫുൾ ആകാൻ കഴിയില്ല. കൂടാതെ ഒരു പരിധി കഴിയുമ്പോൾ അവരൊക്കെ ടയർഡ് ആവുകയും ചെയ്യും. അങ്ങനെ ഓരോരുത്തരുടെയും ഫൈറ്റ് കാണിക്കുന്നു. ഇവിടെ ടാൻജിറോയും ഗിയുവും അക്കാസയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഷിനോബുവും ഗിന്നയും നമ്മുടെ ഡോമയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ ഡീമൺ ഡെങ്കോക്കു സനമിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. കൈഗാക്കും സെനിറ്റ്സും ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഫൈറ്റ് നടക്കുന്നത്. ഡീമൺസും ഹാഷിറാസും വിട്ടുകൊടുക്കില്ല, മാറി മാറി അങ്ങ് ഫൈറ്റ് ചെയ്യും. ഇവിടെ ഡോമയുടെ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡോമയാണെങ്കിൽ ഷിനോബുവിനോട് പറയും നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ പെട്ടെന്നൊന്നും തീർക്കില്ല, നിന്നെ പെട്ടെന്ന് തീർത്ത് കളഞ്ഞാൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പിന്നെ ആരും ഉണ്ടാകില്ല, വെറുതെ അങ്ങ് ബോറടിച്ചിരിക്കും. പിന്നെ ഗന്നിയെ കണ്ട് എനിക്ക് ബോയ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനൊന്നും അത്ര വലിയ താല്പര്യമില്ല, പക്ഷെ ഫൈറ്റിന് എന്തെങ്കിലും ഒരു ടൈറ്റ് വേണ്ടേ, അതുകൊണ്ട് നീയും എന്നെ ഫൈറ്റ് ചെയ്തോ എന്ന് പറഞ്ഞ് ഭയങ്കര സില്ലി ആയിട്ട് നമ്മുടെ ഡോമ ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഇനി ഇവിടെ നമ്മുടെ സെനിറ്റ്സുവെ നോക്കിക്കഴിഞ്ഞാൽ കൈഗാക്കുവിനെ കണ്ട് പറയും നീ ഡീമൺ ആയതിൽ പ്രത്യേകിച്ച് ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ കൈഗാക്കു നമ്മുടെ സെനിറ്റ്സുയുടെ കയ്യിലുള്ള മാസ്റ്റർ സോഡ് കണ്ടിട്ട് പറയും ആ ഒരു ലെജൻഡറി കട്ടാന നിനക്ക് തന്നല്ലേ, ആ കിളവനും മണ്ടനാണ്, നീയും മണ്ടനാണ്, ദുർബലനായവന് തന്നെ ആ ഒരു സ്വന്തം കട്ടാന കൊടുത്തിരിക്കുന്നു, ഇതിൽ കൂടുതൽ നാണക്കേട് വേറെ ഒന്നും നിനക്ക് കിട്ടാനില്ല സെനിറ്റ്സു, നീയൊന്നും ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ തന്നെ അർഹനല്ല എന്നും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇതേ സമയം ഡീമൺ ഡെങ്കോക്കു വാസ് സനമി ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഈ സമയം നമ്മുടെ ഡീമൺ ഡെങ്കോക്കു പറയും സനമി നീ എന്തൊക്കെ ചെയ്താലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, കാരണം നിന്റെ വിൻ സ്റ്റൈലും നീ യൂസ് ചെയ്യുന്ന ടെക്നിക്കും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ സനമി ആണെങ്കിൽ ഇതൊന്നും കാര്യമാക്കില്ല, എങ്ങനെയെങ്കിലും ഡീമൺ ഡെങ്കോക്കുനെ കൊല്ലണം എന്നൊരു മൈൻഡിലാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ സനമിക്ക് ദേഷ്യം വന്ന് തന്റെ ഫുൾ പവർ പുറത്തെടുക്കുമ്പോഴേക്കും സനമിക്ക് ആ ഒരു ഡീമൺ സ്ലെയർ മാർക്ക് വരാൻ തുടങ്ങും. എന്നാൽ ഇത് സനമിക്ക് മാത്രമല്ല, നമ്മുടെ ഗിയോ, ഷിനോബു, സെനിറ്റ്സു ഇവർക്കൊക്കെ ആ ഒരു മാർക്ക് വന്നിട്ടുണ്ടാകും. ഇനി മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഒബനായിയെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഒബനായി മിറ്റ്സൂരി ആണെങ്കിൽ ആ ഒരു ഉബേഷാക്കി ടെമ്പിളിന്റെ അടുത്തേക്ക് വന്ന എല്ലാ ഡീമൺസിനെയും ഇവിടെ ഡിഫീറ്റ് ചെയ്യുകയാണ്. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് അത്ര ഒരു എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല, സാധാരണ ഡീമൺസ് ആണ് അവിടെ വന്നത്. അങ്ങനെ ദൂരെ നിന്ന് കോക്കുഷിബു ആണെങ്കിൽ ഈ ഒരു ഹാഷിരാസിനൊക്കെ മാർക്ക് വന്ന കാര്യം മനസ്സിലായി നമ്മുടെ കോക്കുഷിബു പറയും ഓക്കെ ഇവർക്കൊക്കെ ആ ഒരു ലിമിറ്റിന്റെ മുകളിൽ റീച്ചായി, ഇനി പതിയെ ഇവർ വീക്ക് ആയിക്കോളും, ഞാൻ കളത്തിലിറങ്ങേണ്ട സമയമായി എന്ന് പറഞ്ഞ് ആ ഒരു ബ്ലൂ സ്പൈഡർ ലില്ലി നോക്കി പതിയെ നടക്കാൻ വേണ്ടി തുടങ്ങും. ആ ഒരു നടക്കുന്നതിനിടയിൽ നമ്മുടെ കോക്കുഷിബു ആണെങ്കിൽ തന്റെ സ്വാഡ് പതിയെ എടുക്കുന്നു, അതായത് ആ ഒരു കട്ടാന എടുത്ത് അതിൽ ബ്ലഡ് ഡീമൺ ആർട്ട് ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു ഡാർക്ക് എനർജി സെൻസ് ചെയ്ത് ഹാഷിരാസും ഡീമൺസും തന്നെ ഒന്ന് പേടിച്ചു പോകുന്നു. എന്തിനെന്ന് പറയാൻ നമ്മുടെ ഡീമൺ ഡെങ്കോക്കു തന്നെ ആദ്യമായിട്ടാണ് കോക്കുഷിബുയുടെ ആ ഒരു പവർ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഗ്യോമയും മൊയ്ച്ചിരോ ആണെങ്കിൽ നമുക്കും കളത്തിറങ്ങാൻ സമയമായി എന്ന് പറഞ്ഞ് രണ്ടുപേരും കോക്കുഷിബുവിന്റെ അടുത്തേക്ക് ഓടുന്നു. അങ്ങനെ കോക്കുഷിബുവിന്റെ കൂടെ ഗ്യോമയും മൊയ്ച്ചിരോയും ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കോക്കുഷിബു ആണെങ്കിൽ മൂൺ ബ്രീത്തിങ് എന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മൂൺ ബ്രീത്തിങ് കണ്ട് തന്നെ എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട്, കാരണം ആദ്യമായിട്ടാണ് ഒരു ഡീമൺ ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇവരുടെ ഫൈറ്റും അങ്ങ് കാര്യമായിട്ട് പോകും. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഗിയോയും ടാൻജിറോ ആണെങ്കിൽ അക്കാസയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നില്ലേ. ഈ സമയം നമ്മുടെ ടാൻജിറോ ആണെങ്കിൽ പല സംഭവങ്ങളും പറഞ്ഞ് അക്കാസയ്ക്ക് തന്റെ പഴയ മെമ്മറിയിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങും. ഈ സമയം അക്കാസക്കാണെങ്കിൽ ഫൈറ്റിൽ അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല, തന്റെ പവറും പതിയെ ഇങ്ങനെ വീക്ക് ആകാൻ വേണ്ടി തുടങ്ങുന്നത് പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഇത് മുതലെടുത്ത് നമ്മുടെ ടാൻജിറോയും ഗിയോ ആണെങ്കിൽ അക്കാസയെ ഒരുപാട് അറ്റാക്ക് ചെയ്യാനും തുടങ്ങും. അങ്ങനെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഷിനോബുവിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോമയാണെങ്കിൽ ഈസി ആയിട്ട് ഷിനോബുവിനെ അടിച്ചങ്ങ് ഒരു മൂല കെട്ടിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ഡോമ പറയും നീ ഇത്ര വേഗം ടയേർഡായോ, ഇവിടെ ഗന്നിയെയും മരിക്കാനായി, നിന്നെ ഇപ്പോൾ തീർത്താലും ഞാൻ ഇവിടെ വെറുതെ ഒറ്റയ്ക്കിരിക്കണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കോക്കുഷിബുവിനെ ഹെൽപ്പ് ചെയ്താലോ, വേണ്ട, കാരണം കോക്കുഷിബുവിന്റെ ഫൈറ്റിൽ മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് അത്ര ഇഷ്ടമല്ല, എന്നെ തന്നെ പെട്ടെന്ന് തീർക്കും. എന്നാൽ പിന്നെ അക്കാസിയെ ഹെൽപ്പ് ചെയ്താലോ എന്ന് പറഞ്ഞ് അക്കാസിയെ നോക്കുമ്പോഴതാ അക്കാസിയുടെ പവർ ഡൗൺ ആയി അവൻ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുള്ള കാര്യം ഡോമയ്ക്ക് മനസ്സിലാകും. അപ്പോൾ തന്നെ ദൂരെ നിന്നും ഡോമ ഒരു ഐസ് അറ്റാക്ക് ഇവരുടെ നേരെ വിടുന്നു. അങ്ങനെ പെട്ടെന്ന് ഡോമയുടെ അറ്റാക്ക് വരുന്നത് കണ്ട് അക്കാസിയും ഗിയും ടാൻജിറും 3 പേരും തെറിച്ച് ദൂരേക്ക് പോകും. ഈ സമയമാണ് അക്കാസയ്ക്ക് പെട്ടെന്ന് തന്റെ ബോധം തിരിച്ചു വരുന്നത്. അങ്ങനെ ദൂരെ നിന്നും ഡോമ വിളിച്ചു പറയും അക്കാസ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്നു. ഒന്നാമതേ നമ്മുടെ അക്കാസയ്ക്ക് ഈ ഒരു ഡോമയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ ദേഷ്യത്തിൽ അക്കാസ പറയും ഡോമ നിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ട. അങ്ങനെ അക്കാസയും മൊത്തത്തിൽ ദേഷ്യം വന്ന് ആദ്യം തന്നെ ഗിയുവിനെ അങ്ങ് അടിച്ചു തെറിപ്പിക്കും. പിന്നെ ടാൻജിറോ ആയിട്ട് സീരിയസ് ആയിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്യാനും തുടങ്ങുന്നു. ഇനി മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഡീമൺ ഡെങ്കോക്കു വാസസ് സനമി എന്ന ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡീമൺ ഡെങ്കോക്കു ആണെങ്കിൽ സനമിയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെ ദേഷ്യത്തിൽ സനമി പറയും ചോജിറോ എന്റെ മുകളിൽ നിന്ന് മാറി, എനിക്ക് നിന്നെ കൊല്ലണം. അങ്ങനെ നമ്മുടെ ഡീമൺ ഡെങ്കോക്കു പറയും നീ ഇവിടെ വീക്കായിട്ട് പോലും നിന്റെ വാശിക്ക് ഒരു കുറവുമില്ലല്ലോ, നീ ആദ്യം തന്നെ നിന്റെ മുഴുവൻ എനർജിയും പുറത്തെടുത്തത് കൊണ്ട് നീ ഇപ്പോൾ വീക്ക് ആയിട്ടാണ് ഉള്ളത്, നിന്നെ എനിക്ക് ഈ ഒരു സ്പോട്ടിൽ തന്നെ
കൊല്ലാം, പക്ഷെ മറ്റുള്ള ഹാഷിരാസും വീഴുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണണം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുകളിൽ കയറി ഇരിക്കുന്നത് എന്നും പറയുന്നു. ഡീമൺ ആകുമെന്ന് പ്രതീക്ഷയുണ്ടായ ഒരേ ഒരാൾ അത് മൊയ്ച്ചിരോ ആയിരുന്നു. പക്ഷെ മൊയ്ച്ചിരോ ഡീമൺ ആകില്ല. പക്ഷെ ഇതിൽ ഒരിക്കൽ പോലും ഡീമൺ ആകില്ല എന്ന് ഉറപ്പുള്ള ഒരേ ഒരാൾ നീയാണ് സനമി. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ഡീമൺ ആകുന്നു എന്നൊന്നും ചോദിക്കുന്നില്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നീ എന്തായാലും മരിച്ചിരിക്കും എന്നും പറയും. അങ്ങനെ അതിനുശേഷമാണ് സെനിറ്റ്സും കൈഗാക്കും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് കാണിക്കുന്നത്. സെനിറ്റ്സുവിന്റെ കയ്യിലുള്ളത് ആ ഒരു ലെജൻഡറി സോഡാണ്. കൈഗാക്കു ഇവിടെ തെറ്റിദ്ധരിച്ചു പോയി സെനിറ്റ്സു വീക്കാണെന്ന്. അങ്ങനെ സെനിറ്റ്സു ഒന്നും നോക്കില്ല, തന്റെ ആ ഒരു ലെജൻഡറി സോഡ് വെച്ച് ആ ഒരു തണ്ടർ ബ്രീത്തിങ്ങിന്റെ ഫൈനൽ ഫോം എടുത്ത് ഒരൊറ്റ വെട്ടിൽ നമ്മുടെ കൈഗാക്കുവിനെ അങ്ങ് തീർത്ത് കളയുന്നു. അങ്ങനെ ഇത് കാണുന്ന ഡോമയാണെങ്കിൽ ഓ കൈഗാക്കു തീർന്നു അല്ലേ, അവനിൽ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ഡീമൺസിൽ തന്നെ ഏറ്റവും വീക്ക് ആയിട്ടുള്ളത് അവനാണ്. കോക്കുഷിബു പറയും അവന് മരണം എന്തായാലും ഉറപ്പാണെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. കാരണം അവൻ ഒന്നെങ്കിൽ ഹാഷിരാസിന്റെ കയ്യിൽ നിന്നും മരിക്കും, അല്ലെങ്കിൽ ഇവനൊരു ഹാഷിരായെ പോലും കൊന്നിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ അവനെ കൊന്നു കളയുമെന്ന് നമ്മുടെ കോക്കുഷിബു ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ജെനിറ്റ്സു തന്റെ മുഴുവൻ പവർ എടുത്തതുകൊണ്ട് താഴേക്ക് മയങ്ങി വീഴുകയും ബാക്കിയുള്ള ഡീമൺ സ്ലെയർ കോർപ്പിലുള്ള ആൾക്കാർ നമ്മുടെ ജെനിറ്റ്സുയെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ഇനി ഇവിടെ കോക്കുഷിബുവിന്റെ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊയ്ച്ചിരോയുടെ ഒരു കൈ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഗ്യോമയാണെങ്കിൽ വിട്ടുകൊടുക്കില്ല. എന്നാൽ ഇവിടെ ഗ്യോമയും കുറച്ച് വീക്കായിട്ടാണ് ഉള്ളത്. ബാക്കിയുള്ള ആൾക്കാരും ഡീമൺ സ്ലെയർ കോർപ്പിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പതിയെ വീക്കായിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ ഇത് മനസ്സിലാക്കി മൂസാൻ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ ഇൻട്രോ കൊടുക്കുന്നു. മൂസാൻ വന്ന ഉടൻ തന്നെ ഗ്യോമയെ ഒരൊറ്റ അറ്റാക്ക്, അതിനുശേഷം കോക്കുഷിബുവും ആ ഒരു മൂൺ ബ്രീത്തിങ് വെച്ച് ഒരൊറ്റ വെട്ട് ഗ്യോമയും ഇഞ്ചോർഡായി താഴെ വീഴുന്നു. മൂസാൻ പറയും ഹാഷിലാസിൽ ഏറ്റവും ശക്തൻ നീയാണ്, നീ വീണ് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവർ എല്ലാവരും പേടിക്കുമെന്ന് നമ്മുടെ മൂസാൻ പറയും. അങ്ങനെ ഇത് കാണുന്ന ഡീമൺ സ്ലെയർ കോർപ്പിലുള്ള ആൾക്കാരൊക്കെ ഓരോ ഹാഷിലാസിനെ നോക്കുമ്പോഴതാ എല്ലാവരും വീക്കായി താഴെ കിടക്കുന്നുണ്ടാകും. അങ്ങനെ അവർക്കും ഈ ഒരു യുദ്ധത്തിൽ ഇനി ജയിക്കില്ല എന്ന് മനസ്സിലായി പേടിച്ച് തിരിച്ചോടാൻ വേണ്ടി തുടങ്ങും. ഇവർക്കും മനസ്സിലാകും എല്ലാം കൈവിട്ടു പോയി. രംഗോക്കുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് സനമി ഇവിടെ വീണു, ഡോമയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് ഷിനോബുവും വീണു, മൊയ്ച്ചിരോയുടെ ഒരു കൈ നഷ്ടപ്പെട്ടു, ഗ്യോമയും താഴെ വീണു, അക്കാസയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഗിയു താഴെ വീണു, ടാൻജിറോയും വീക്കായിട്ട് താഴെ കിടക്കുകയാണ്. അതായത് ഇവിടെ ആർക്കും തന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മൂസാൻ പറയും ആരെയും കൊല്ലരുത്, ഇപ്പോൾ ഇവർക്ക് ഒരടി പോലും എടുത്തു വെക്കാൻ കഴിയില്ല, ഞങ്ങളുടെ വിജയം അവരുടെ തോൽവി അതവർ കണ്ണുകൊണ്ട് കാണണമെന്ന് പറഞ്ഞ് നമ്മുടെ മൂസാൻ ആണെങ്കിൽ പതിയെ ആ ഒരു യൊറോച്ചിയുടെ കല്ലറയുടെ അടുത്തേക്ക് പോകുന്നു. കാരണം അവിടെയാണ് ആ ഒരു ബ്ലൂ സ്പൈഡർ ലില്ലി ഉള്ളത്. അങ്ങനെ മൂസാൻ ആണെങ്കിൽ നടന്ന് ആ ഒരു യുറോച്ചിയുടെ കല്ലറയ്ക്ക് അടുത്തെത്തി യുറോച്ചിയോട് പറയും ഞാൻ പേടിച്ച ഒരു മനുഷ്യൻ നീയായിരുന്നു യുറോച്ചി, നീ ചെയ്ത വലിയ തെറ്റെന്താണെന്ന് അറിയോ, അന്ന് എന്നെ ജീവനോടെ വിട്ടത്. അന്ന് ഞാൻ ശരിക്കും ഭയന്നിരുന്നു, എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. അന്ന് ഞാൻ നിന്നെ കണ്ട് ഭയന്നിരുന്നെങ്കിൽ ഇന്ന് എല്ലാ ഹാഷിരാസും ഹ്യൂമൻസും എന്നെ കണ്ട് ഭയക്കുന്ന ഒരു കാലത്തിലേക്കാണ് പോകുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ മൂസാൻ ആ ഒരു ബ്ലൂ സ്പൈഡർ ലില്ലി എടുക്കാൻ വേണ്ടി പോകുമ്പോഴതാ ഒട്ടും പ്രതീക്ഷിക്കാതെ മൂസാൻ നിന്ന ആ ഒരു മണ്ണിന്റെ അടിയിൽ നിന്നും ഒരുപാട് സ്വാഡ്സ്, അതായത് ആ ഒരു കട്ടാനാസ് ഒക്കെ വന്ന് മൂസാനെ അങ്ങ് തറച്ച് കുത്തി കയറിയിട്ടുണ്ടാകും. അതായത് ഒരു ട്രാപ്പ് അവിടെ വെച്ചിരുന്നു, ട്രാപ്പിൽ കറക്റ്റായി മൂസാൻ വീണു. ആ ഒരു മൂസാന്റെ മുകളിൽ കുത്തിക്കയറി ആ ഒരു കട്ടാനാസ് ഒക്കെ ഇതിനു മുൻപ് ഹാഷിരാസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കട്ടാനാസ് ആണ് നമ്മുടെ മൂസാന്റെ മുകളിൽ കുത്തി കയറിയത്. അതുപോലെ തന്നെ അതിൽ ആ ഒരു യുറോച്ചിയുടെ കട്ടാനയും ഉണ്ടായിരുന്നു. ഇവിടെ മൂസാൻ ആണെങ്കിൽ ഒരടി എടുത്തു വെക്കാൻ കഴിയുന്നില്ല. ഓൾറെഡി ബ്രീത്തിങ് സ്റ്റൈലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു കട്ടാനാസ് തറച്ചത് കൊണ്ട് തന്നെ മൂസാൻ പകുതി വീക്കായി. കൂടാതെ ലേഡി ടമായോയുടെ ആ ഒരു പോയിസണും കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. എല്ലാം കൂടി ആയപ്പോൾ മൂസാൻ ടോട്ടലി ട്രാപ്പ്. ഈ സമയം ഡീമൺ രംഗോക്കു ഒരു ഫ്ലെയിം ബ്രീത്തിങ് മുകളിലോട്ട് വിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മൂസാൻ പറയും രംഗോക്കു നീ അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്? എന്നിട്ട് മൂസാൻ പറയും എനിക്കറിയാം എന്തായാലും ഇതുപോലൊരു ട്രാപ്പ് ഇവിടെ ഉണ്ടാകുമെന്ന്. അപ്പോൾ നമ്മുടെ മൂസാൻ ദൂരെ നിന്നും ടെലിപ്പതി വെച്ച് നമ്മുടെ നാക്കിമെ ഡീമൺ ഇല്ലേ, ആ ഒരു ഗിത്താർ പോലെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ള ആ ഒരു ഡീമൺ ആണെങ്കിൽ മൂസാന്റെ താഴെ ആ ഒരു പോർട്ടൽ ഓണാക്കാൻ വേണ്ടി ആ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു പോർട്ടൽ ഓപ്പൺ ആകും എന്ന് നോക്കിയിരിക്കുമ്പോഴേക്കും അത് വർക്കാകില്ല. അപ്പോൾ തന്നെ ടെലിപ്പതി വെച്ച് നാക്കിമ പറയും എനിക്കത് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല, ആ ഒരു ഭാഗത്ത് എന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് വർക്കാകുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് മൂസാനും ഇതെന്ത് പറ്റിയെന്ന് മനസ്സിലാകില്ല. അങ്ങനെ താഴേക്ക് നോക്കുമ്പോഴതാ തൊട്ടടുത്തായിട്ട് നമ്മുടെ യുറോച്ചിയുടെ കല്ലറയുണ്ട്. അതായത് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ യുറോച്ചിയെ അടക്കം ചെയ്ത തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മൂസാൻ ഉള്ളത്. അപ്പോൾ യുറോച്ചിയുടെ ആ ഒരു എനർജി, അതായത് ആ ഒരു സൺ ബ്രീത്തിങ് ആ ഒരു പ്ലേസിൽ മുഴുവനായും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ യുറോച്ചിയുടെ ആ ഒരു സൺ ബ്രീത്തിങ് ആ ഒരു മണ്ണിലും അലിഞ്ഞു ചേർന്നത് കൊണ്ടാണ് നാക്കിമേക്ക് അവിടെ ആ
ഒരു പോർട്ടൽ ഓൺ ആക്കാൻ സാധിക്കാത്തത്. അപ്പോഴാണ് മൂസാന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ആ ഒരു സോഡൊക്കെ തറച്ച് ട്രാപ്പായ സമയത്തും മൂസാന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് വർക്ക് ആവാത്തതിന്റെ ഒരു കാരണം യുറോച്ചിയുടെ ശവക്കല്ലറ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കിയപ്പോൾ മൂസാൻ പെട്ടെന്ന് തന്നെ പേടിക്കാൻ തുടങ്ങും. ആദ്യമായിട്ടാണ് ഈ രീതിയിൽ മൂസാൻ പേടിക്കുന്നത് നമ്മുടെ കോക്കുഷിബുവും ഡോമയും അതുപോലെ തന്നെ അക്കാസയും ഒക്കെ കാണുന്നത്. അങ്ങനെ മൂസാൻ പേടിക്കുന്നത് കണ്ട് ബാക്കിയുള്ള ഡീമൺസിനും പേടിയാകാൻ തുടങ്ങും. ഈ സമയം നമ്മുടെ കോക്കുഷിബു ആണെങ്കിൽ പെട്ടെന്ന് മൂസാനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് മൂസാന്റെ അടുത്തേക്ക് 3 ഡീമൺസ് ഓടാൻ വേണ്ടി തുടങ്ങും. കാരണം ഓൾറെഡി ബാക്കിയുള്ള ഹാഷിരാസ് ഒക്കെ ടയേർഡായി വീണിട്ടാണ് ഉള്ളത്. അങ്ങനെ അക്കാസ, ഡോമ, കോക്കുഷിബു 3 പേരും നമ്മുടെ മൂസാന്റെ അടുത്തേക്ക് ഓടിപ്പോകുമ്പോഴാണ് ദൂരെ നിന്നും നമ്മുടെ ജെനിറ്റ്സു ഒക്കെ ആ ഒരു സ്പീഡിൽ വരുന്നില്ലേ, ലൈറ്റ് സ്പീഡിൽ, അതുപോലെ 2 ക്യാരക്ടേഴ്സ് ഓടി വരുന്നത്. ഒരു ഫ്ലാഷ് വരുന്നത് പോലെയാണ് ഉണ്ടാവുക. ജസ്റ്റ് അവരെ കാണാൻ കൂടി കഴിയില്ല. പെട്ടെന്ന് അതിലൊരാൾ വന്ന് നമ്മുടെ ഡോമയുടെ തലക്ക് നോക്കി അങ്ങ് അടിക്കും. ഡോമ പെട്ടെന്ന് തന്നെ തെറിച്ച് വീഴുകയും ചെയ്യും. അങ്ങനെ ഡോമയെ അടിച്ച ആളാരെന്ന് നോക്കിയാൽ മറ്റാരുമല്ല നമ്മുടെ ഇനോസ്കയാണ്. അങ്ങനെ കോക്കുഷിബു ആണെങ്കിൽ ഡോമ എന്ന് വിളിച്ച് അലറുമ്പോഴാണ് പെട്ടെന്ന് കോക്കുഷിബുവിന്റെ ഒരു കൈ കാണാനുണ്ടാകില്ല. അത് ഒരാൾ സ്പോട്ടിൽ വെട്ടിയിട്ടുണ്ടാകും. അങ്ങനെ തന്റെ കൈ ആരാണ് വെട്ടിയത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോഴതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇവിടെ ടെങ്കൻ ഇസോയി തിരിച്ചു വന്നിട്ടുണ്ടാകും. ടെങ്കനെ കണ്ട് ബാക്കിയുള്ളവരൊക്കെ ഷോക്കായി നിൽക്കും. ടെങ്കൻ മരിച്ചില്ലേ, ഇവൻ എങ്ങനെ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും, അതായത് ഡീമൺസും ഹാഷിരാസും ഒക്കെ ഇങ്ങനെ ഞെട്ടിക്കൊണ്ട് നോക്കുകയാണ്. അങ്ങനെ അക്കാസ ആണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. എങ്ങനെയെങ്കിലും മൂസാനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് മൂസാന്റെ അടുത്തേക്ക് ഓടുന്ന സമയത്ത് അതാ അക്കാസയുടെ തൊട്ട് മുന്നിലായി നമ്മുടെ ഡീമൺ ഡെങ്കോക്ക് വരുന്നു. ഡീമൺ ഡെങ്കോക്ക് പറയും, അങ്ങനെ അങ്ങ് പോയാലോ അക്കാസ. ഈ സമയമാണ് നമ്മുടെ മൂസാന് മനസ്സിലാകുന്നത് നമ്മളെ ഒറ്റ കൊടുത്തത് രംഗോക്കു ആണ്. രംഗോക്കുവിന്റെ ബോഡിയിലുള്ളത് മൂസാന്റെ ബ്ലഡ് അല്ല. പക്ഷെ മൂസാൻ ഇവിടെ വീക്ക് ആയതുകൊണ്ട് രംഗോക്കുവിന് കൺട്രോൾ എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ടെങ്കൻ രംഗോക്കുവിനെ നോക്കി ചിരിക്കുമ്പോഴാണ് ഇവിടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഡീമൺ രംഗോക്കു ആണെങ്കിൽ ടെങ്കനെ കൊല്ലുന്നത് പോലെ അഭിനയിച്ച് ടെങ്കനെ ജസ്റ്റ് നോക്ക് ഡൗൺ ആക്കും. അങ്ങനെ ടെങ്കനെ എടുത്ത് ഒരു കാട്ടിനുള്ളിൽ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ടെങ്കനെ അവിടെ കിടത്തുന്നു. അങ്ങനെ ടെങ്കന് പതിയെ ബോധം വന്ന സമയത്ത് തന്റെ മുന്നിലായിട്ട് ഡീമൺ രംഗോക്കു ഉണ്ടാകും. അപ്പോൾ തന്നെ നമ്മുടെ രംഗോക്കു പറയും, ഞാൻ തന്നെ രംഗോക്കു, ഞാനിപ്പോൾ ഒരു ഡീമണായി മാറി. പക്ഷെ എന്റെ കൺട്രോൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനൊരു ഡീമൺ ആണെന്ന് മൂസാൻ വിശ്വസിച്ചാൽ മാത്രമേ അവരിൽ ഒരാളായി നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇനി എല്ലാവരും ടെങ്കൻ മരിച്ചതായിട്ട് അറിയണം, അതും ഞാൻ കൈകൊണ്ട് കൊന്നു എന്ന രീതിയിൽ. എന്നാൽ മാത്രമേ പ്ലാൻ പ്രകാരം എല്ലാം ചെയ്യാൻ കഴിയുകയുള്ളൂ. നീ പുറത്തേക്ക് വരാനാകുമ്പോൾ ഒരു വലിയ യുദ്ധം എന്തായാലും സംഭവിക്കും. പക്ഷെ നീ പുറത്തു വരരുത്, ഞാൻ നിനക്കൊരു സിഗ്നൽ തരും, അപ്പോൾ മാത്രം പുറത്തേക്ക് വരിക. അപ്പോൾ ടെങ്കൻ പറയും, നീ ഒരു ഡീമൺ ആണെങ്കിലും നീ ക്യോജിറോ ആണ്, എനിക്ക് നിന്റെ വിശ്വാസമുണ്ട്, പക്ഷെ തെറ്റ് സംഭവിക്കരുത് ക്യോജിറോ. അങ്ങനെ രംഗോക്കു പറയും, എന്നെ വിശ്വസിക്കൂ ടെങ്കൻ, ഇതിലൂടെ നമുക്കൊരു അവസാനം കൊണ്ടുവരാൻ സാധിക്കും. എനിക്ക് ഇപ്പോഴറിയാവുന്ന ഒരേ ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് പറയാം. ഗ്യോമയെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൺ അവിടെ ഉണ്ട്. അതിനുവേണ്ടി നീ എങ്ങനെയെങ്കിലും ട്രെയിനിങ് എടുക്കണം ടെങ്കൻ. അങ്ങനെ ടെങ്കനും കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് രംഗോക്കും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ കാട്ടിനുള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാട്ടിനുള്ളിൽ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഇനോസ്കി അവിടേക്ക് ഓടിപ്പോകുന്നതും നമ്മുടെ ടെങ്കനെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ ടെങ്കനെ കണ്ട് നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ഷോക്ക് ആകും. മാസ്റ്റർ, നിങ്ങൾ മരിച്ചില്ലേ, ഇനി നിങ്ങൾ വല്ല ഡീമൺ ആയോ എന്നൊക്കെ പറഞ്ഞ് ടെങ്കനോട് തന്നെ ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ടെങ്കനാണെങ്കിൽ ഇനോസ്കിയോട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. ഏതായാലും ഇപ്പോൾ നീ വന്നില്ലേ, അതുകൊണ്ട് നമുക്കിനി ഒരുമിച്ച് ട്രെയിനിങ് ചെയ്യാം. പുറത്ത് നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. പറ്റുമെങ്കിൽ നീ ഉബയാഷോക്കിയോട് മാത്രം ഈ ഒരു വിവരങ്ങളൊക്കെ പറഞ്ഞ് നീ തിരിച്ച് ഇങ്ങോട്ട് വന്ന് എന്നെ കൂടെ ട്രെയിനിങ് ചെയ്യണം. ഇനോസ്കയ്ക്ക് ട്രെയിനിങ് ചെയ്യാൻ ഒരാളെ കിട്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കറക്റ്റ് സമയത്താണ് നമ്മുടെ ടെങ്കനെ കിട്ടിയത്. നമ്മുടെ ഇനോസ്കി അത്രയധികം ഹാപ്പി ആകും. അങ്ങനെ ഇനോസ്കി ഒന്നും നോക്കിയില്ല, നേരെ ഉബയാഷാക്കിയുടെ അടുത്ത് പോകും. ഈ ഒരു കാര്യങ്ങളൊക്കെ സീക്രട്ട് ആയിട്ട് പറഞ്ഞ് ഇനോസ്കിയുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് ടെങ്കന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവസാനം ഈ ഒരു യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ വേഗം പോകാം എന്ന രീതിയിൽ നമ്മുടെ രംഗോക്കുവിന്റെ സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഒരു സിഗ്നൽ കിട്ടിയ ഉടൻ തന്നെ നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ മാസ്റ്റർ സിഗ്നൽ കിട്ടി, പോകാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് 2 പേരും ഇവിടെ എത്തുന്നത്. ഓക്കെ, അങ്ങനെ ഇവരുടെ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടെങ്കൻ വാസസ് കോക്കുഷിബു, അക്കാസ വാസസ് ഡീമൺ രംഗോക്കു, ഡോമ വാസസ് ഇനോസ്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഫൈറ്റ് ഒക്കെ നടക്കുന്നത്. അപ്പോഴാണ് പുറകിലോട്ട് നോക്കുമ്പോഴതാ പതിയെ ഒരു മലയുടെ മുകളിൽ നിന്നും സൂര്യൻ ഉദിക്കാൻ വേണ്ടി തുടങ്ങും. ഇനി ഇവർക്ക് സമയമില്ല, എങ്ങനെയെങ്കിലും മൂസാനെ രക്ഷപ്പെടുത്തണം. അങ്ങനെ എല്ലാ ഡീമൺസും തന്റെ മുഴുവൻ പവറും പുറത്തെടുക്കുന്നു. അതായത് നമ്മുടെ കോക്കുഷിബു ഒക്കെ തന്റെ ഫൈനൽ ഫോമിലേക്ക് മാറിയിട്ടുണ്ടാകും. എന്നാൽ ടെങ്കൻ ഇവിടെ വെറുതെ വന്നതല്ല, നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് ഗ്യോമയേക്കാൾ പവർഫുൾ ആയിട്ടാണ് ടെങ്കൻ ഇവിടെ വന്നത്. അതുപോലെ തന്നെ ഇനോസ്കയും ടെങ്കൻ നല്ല രീതിയിൽ കോക്കുഷിബുവിന് ടഫ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പതിയെ നമ്മുടെ ഗ്യോമയും എഴുന്നേറ്റ് നിന്ന് 2 പേരും ചേർന്ന് കോക്കുഷിബുവിനെ തടഞ്ഞു നിർത്തുന്നു. ഇതേ സമയം ഡോമയാണെങ്കിൽ തന്റെ ഐസ് പവർ വെച്ച് നമ്മുടെ ഇനോസ്കയെ ഒഴിഞ്ഞു മാറി മൂസാന്റെ അടുത്തേക്ക് ഓടിപ്പോകുമ്പോഴാണ് നമ്മുടെ ജെനിറ്റ്സു തണ്ടർ ബ്രീത്തിങ് വെച്ച് ആ ഒരു ഐസ് ഒക്കെ വെട്ടി കഷ്ണങ്ങളാക്കി ഇനോസ്കെ ജെനിറ്റ്സു 2 പേരും ചേർന്ന് ഡോമയെയും മാക്സിമം പിടിച്ചു നിർത്തുന്നുണ്ട്. ഇനി ഇതേ സമയം നമ്മുടെ അക്കാസിയെ നോക്കിക്കഴിഞ്ഞാൽ രംഗോക്ക് വിട്ടുകൊടുക്കും
കൊടുക്കില്ല, കാരണം ഒരു പ്രാവശ്യം തോറ്റുപോയതാ, അതിന്റെ റിവെഞ്ച് എന്തായാലും രംഗോക്കു എടുക്കൂ എന്ന് പറഞ്ഞ് രംഗോക്കു തന്റെ ബ്ലഡ് ഡീമൺ ആർട്ടൊക്കെ വെച്ച് അക്കാസയെ എടുത്തിട്ട് അലക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇതൊക്കെ കാണുന്ന മൂസാൻ എല്ലാം തീർന്നു, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് മൂസാൻ ആണെങ്കിൽ ആ ഒരു ട്രാപ്പിൽ നിന്നും തന്റെ കൈകാലുകളൊക്കെ മുറിച്ച് ഇഴഞ്ഞുകൊണ്ടാണെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന മട്ടിൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. എങ്ങനെയൊക്കെ ആ ഒരു ട്രാപ്പിലായ വാളൊക്കെ പിടിച്ചൂരി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോഴാണ് പതിയെ നമ്മുടെ ടാഞ്ചറോ ആണെങ്കിൽ ഇതൊക്കെ ദൂരെ നിന്നും കണ്ട് പതിയെ തന്റെ അവസാന എനർജി വെച്ച് എഴുന്നേറ്റ് നിന്ന് ഹീനോകാമി കാഗറ എന്ന് പറഞ്ഞ് ആ ഒരു സ്വാഡ് ആ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ വെച്ച് ഒരൊറ്റ ഏറ് മൂസാന്റെ നെഞ്ചിൽ തന്നെ അങ്ങ് കുത്തി ഇറങ്ങുന്നു. മൂസാന് ഇനി ഒരു അടി പോലും എടുത്തു വെക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഫൈനലി മൂസാൻ ആണെങ്കിൽ ആ ഒരു വെയിൽ കൊണ്ട് പതിയെ മൂസാന് പൊള്ളാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ആ ഒരു വെയിലിന്റെ തീവ്രത കൂടി തന്റെ കൈയും കാലുകളൊക്കെ പതിയെ പൊടിഞ്ഞ് മൂസാൻ മുഴുവനായും ഇവിടെ ഇല്ലാതാകുന്നു. അങ്ങനെ പെട്ടെന്ന് മൂസാൻ ഇല്ലാതായി ബാക്കിയുള്ള ഡീമൺസിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോക്കുഷിബു, അക്കാസ, ഡോമ, ഡീമൺ രംഗോക്കു ഇവരൊക്കെ പഴയതുപോലെ ഹ്യൂമൺ ആയിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ കോക്കുഷിബുവും തന്റെ ആ ഒരു വാള് താഴെയിട്ട് യൊറോച്ചിയുടെ ആ ഒരു കല്ലറയ്ക്ക് അടുത്തേക്ക് പോകുന്നു. അങ്ങനെ കല്ലറയ്ക്ക് അടുത്തെത്തി നമ്മുടെ കോക്കുഷിബു പറയും, ഞാൻ തോറ്റുപോയി യൊറോച്ചി. അങ്ങനെ ഇത് പറയേണ്ട താമസം നമ്മുടെ കോക്കുഷിബുവും പതിയെ ഇവിടെ ചാരമായി പോകുന്നു. ഇനി അതേസമയം നമ്മുടെ അക്കാസയെ നോക്കിക്കഴിഞ്ഞാൽ അക്കാസയും ഇപ്പോൾ ആ ഒരു ഹ്യൂമൻ രൂപത്തിലാണ് ഉള്ളത്. അക്കാസ പതിയെ മുകളിലോട്ട് നോക്കി നിന്ന് തന്റെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് പെട്ടെന്നൊന്ന് ടാഞ്ചിറയെ നോക്കി ചിരിച്ചപ്പോൾ തന്നെ നമ്മുടെ അക്കാസയും ഇവിടെ പൊടിപൊടിയായി ഇല്ലാതാകുന്നു. ഇനി ഇവിടെ ഡോമയെ നോക്കിക്കഴിഞ്ഞാൽ ഡോമയും ഇവിടെ ഹ്യൂമൻ രൂപത്തിലാണ് ഉള്ളത്. ഡോമ ഇവിടെ നിലത്തിരുന്നു കൊണ്ട് പറയും, ആ എന്റെ അവസാന സമയവുമായി എന്ന് പറയുമ്പോൾ തന്നെ ഡോമയും ഇവിടെ ഇല്ലാതാകുന്നു. അങ്ങനെ അവസാനമുള്ളത് നമ്മുടെ രംഗോക്കു. ആഷിരാസിന് മനസ്സിലാകും രംഗോക്കും ഇവിടെ മരിക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരും രംഗോക്കുവിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. കാരണം ഇപ്പോൾ രംഗോക്കു നോർമൽ ആയിട്ടാണ് ഉള്ളത്, ആ ഒരു ഡീമൺ ഫോമിലല്ല. നമ്മുടെ ടാഞ്ചിറോ, ഇനോസ്കെ, സെനിറ്റ്സും 3 പേരും കരയാൻ വേണ്ടി തുടങ്ങും. കൂടാതെ മിറ്റ്സുരിയും മാസ്റ്റർ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഗ്യോമെ പറയും, രംഗോക്കു എനിക്കറിയാം നീ എത്രയൊക്കെ ഡീമൺ ആണെന്ന് പറഞ്ഞാലും നീ ഒരു ഹാഷിരയാണ്. ഈ സമയം നമ്മുടെ സനമി പറയും, രംഗോക്കു എന്നാലും ഇത് വേണ്ടായിരുന്നു. അങ്ങനെ രംഗോക്കു എല്ലാ ഹാഷിരാസിനെ നോക്കിയിട്ട് പറയും, ഞാനൊരു ഹാഷിരയായിട്ട് ചെയ്യേണ്ട കടമകളൊക്കെ ഞാൻ ചെയ്തു തീർത്തു. ഈ സമയം രംഗോക്കുനെ നോക്കിക്കഴിഞ്ഞാൽ രംഗോക്കു മറ്റുള്ള ഡീമൺസിനെ പോലെ ഇങ്ങനെ പൊടിപൊടിയായിട്ട് ഇല്ലാതാകുന്നില്ല, പതിയെ തന്റെ ജീവൻ പോകുന്നത് പോലെയാണ് രംഗോക്കുവിന് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ രംഗോക്കു പറയും, എനിക്ക് പോകാനുള്ള സമയമായി എന്നും പറഞ്ഞ് രംഗോക്കു ആണെങ്കിൽ പെട്ടെന്ന് തന്റെ ബോധം പോയി അവിടെ താഴേക്ക് വീഴുന്നു. ഈ സമയം മിറ്റ്സുരിയും ബാക്കിയുള്ള ഹാഷിരാസിനൊക്കെ മനസ്സിലാകും രംഗോക്കു മരിച്ചു, ഇനി അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. നമ്മളെക്കാൾ എന്തുകൊണ്ടും ഒരു മികച്ച ഹാഷിര തന്നെയായിരുന്നു നമ്മുടെ രംഗോക്കു. മിറ്റ്സുരിയൊക്കെ അവിടെ മുട്ടുകുത്തി കരയുന്നുണ്ടാകും. ഈ സമയത്താണ് ഷിനോബു ചോദിക്കുന്നത്, മറ്റുള്ള ഡീമൺസ് പൂർണ്ണമായും ഇല്ലാതായപ്പോൾ രംഗോക്കുവിന്റെ ബോഡിക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പോഴാണ് മൊയ്ച്ചിരോ പറയുന്നത്, ബാക്കിയുള്ള ഡീമൺസ് ഒക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഹ്യൂമണിൽ നിന്നും ഡീമൺ ആയതാണ്. അപ്പോൾ പെട്ടെന്ന് അവർ ഹ്യൂമൻ ഫോമിലേക്ക് വന്നപ്പോൾ അവരുടെ ഏജും അത്രയധികം കൂടുതലാണ്, അതുകൊണ്ടാണ് അവർക്ക് സർവൈവ് ആവാൻ പറ്റാതിരുന്നത്. എന്നാൽ രംഗോക്കു അങ്ങനെയല്ല. അങ്ങനെ ഈ സമയം നമ്മുടെ ഉബയാഷാക്കിയെ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ചതും രംഗോക്കു മരിച്ചതൊക്കെ ഏകദേശം മനസ്സിലാകും. അതുപോലെ നെസുക്കയെ നോക്കിക്കഴിഞ്ഞാൽ നെസുക്കയും പഴയതുപോലെ ഹ്യൂമൺ ആയിട്ടുണ്ടാകും. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുന്നു. അങ്ങനെ ഈ ഒരു സ്റ്റോറി തീരാൻ നിൽക്കുന്ന അവസാന ഘട്ടത്തിൽ രംഗോക്കു പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ താൻ ഹോസ്പിറ്റലിലാണ് ഉണ്ടാവുക. അതോടുകൂടി ഈ ഒരു സ്റ്റോറിയും അവസാനിക്കുന്നു. ഈ ഒരു സ്റ്റോറിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യുക. കാരണം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ്, കഴിഞ്ഞ 2 പാർട്ടും മറ്റൊരു ക്രിയേറ്റർ ചെയ്തു വെച്ച ആ ഒരു സ്റ്റോറി എന്റേതായ രീതിയിൽ മാറ്റം വരുത്തിയാണ് ഞാൻ ചെയ്തു വെച്ചത്. അങ്ങനെ അതിനുശേഷം ഈ ഒരു ഫൈനൽ പാർട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരുപാട് ചിന്തിച്ച് എഴുതി വെച്ച ഒന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയണം. ഡീമൺ സ്ലെയർ കണ്ടിട്ടുള്ള നിങ്ങളുടെ ചങ്കിന് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാനും മറക്കരുത്.